പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇരുന്നിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ മക്കൾ ഇപ്പോഴും നിങ്ങൾ ഡേറ്റ് ഇടണം. ഈ പ്രാർത്ഥനയുടെ അവസാന ആശീർവാദത്തിലും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ പറയും. നിങ്ങളുടെ ദൈവാനുഗ്രഹം അധിവസിക്കേണ്ട പ്രധാനപ്പെട്ട നിർണായകമായ തീയതികൾ നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നെ ശ്രവിക്കുന്നവരും ഓരോരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ഈ ധ്യാനം ലൈവായിട്ട് കൂടുന്നവരും ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഇവിടെ ആയിരക്കണക്കിന് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങളും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഡേറ്റ് ഇടുക. നേരത്തെ ഡേറ്റ് ഇട്ടിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഡേറ്റ് ഇടുക. നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, സ്ഥലം അളവിൻ്റെ ഡേറ്റ്, ഭാഗ ഉടമ്പടി ഡേറ്റ്, നിൻ്റെ ഡെലിവറി ഡേറ്റ്, ഓവുലേഷൻ ഡേറ്റ്, എന്തിനെല്ലാം കാര്യത്തിൽ നിങ്ങൾ പരീക്ഷാ തീയതികൾ ഒക്കെ അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ. കാര്യം കൃപാസനം മാതാവിനാണ് ഡേറ്റിൻ്റെ വിഷയം വരണത്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടതാ. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ കാര്യം. സമയത്തിൻ്റെ അമ്മയാ. സ്തുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിന്നെ നമുക്ക് കർത്താവ് തന്ന ഒരു കൃപയാണ് കൈവെപ്പ് പ്രാർത്ഥന. ഇന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. എല്ലാ കൂട്ടായ്മയ്ക്കും 1-2 പേരങ്ങനെ സാക്ഷ്യം പറയും. കൈവെച്ചടം ഈശോ സുഖപ്പെടുത്തും. ആ വേരിക്കോസിൻ്റെ സഹോദരിയുടെ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമാണ്. കാര്യം വേരിക്കോസ് അപൂർവ രോഗമാണ്. സാധാരണ സൗഖ്യത്തിൽ വരാത്തൊരു സാക്ഷ്യമാണത്. അപ്പം എന്ത് രോഗവും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിൽക്കുമ്പോൾ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈശോ ആ പ്രാർത്ഥന ഹോണർ ചെയ്യുമെന്നാണ് സാക്ഷ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴച്ഛൻ പറയുന്നത് ഈ പിൻകഴുത്തിന് താഴെ അസ്ഥി ഉന്തിയവരെ കാണുന്നുണ്ട്. അവിടെ വേദന ഉള്ളവരും മരവിപ്പുള്ളവരും അനക്കമില്ലാത്തവരെയും അസ്ഥി എവിടെയെങ്കിലും ഉന്തിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതെങ്കിലും ശരീരഭാഗത്ത് അസ്ഥി ഉന്തിയതായിട്ട് തോന്നുന്നുണ്ടോ, നട്ടെല്ല് വളവ്, അകത്തോട്ട് പുറത്തോട്ട് വളയുന്ന അവസ്ഥ, കാര്യം ഓപ്പറേഷന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടേക്ക് നിനക്കിപ്പോഴേ നീ കൈവെക്കുമ്പോൾ പറയണം,
അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ ഈ കൈ വച്ചിരിക്കുന്നത്. ഇത് കർത്താവിൻ്റെ കൈയായി കണ്ടുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണം, എന്നെ അവിടുത്തെ സാക്ഷിയായി മാറ്റണം. എരിച്ചിലും പുകച്ചിലുമുള്ള ഇടങ്ങൾ, കൈവെള്ളം ഊതുന്നവരുണ്ട്. കൈവെള്ളം ഊതുന്നവർ കൈ കൂപ്പിയാണ് വെക്കേണ്ടത്. അവിടെ ഒരു കൈ ഫ്രീ അല്ലെങ്കിൽ ഊതുന്ന കൈ മാത്രം നെഞ്ചത്ത് വെച്ചാൽ മതി. ശരീരത്തിൻ്റെ ബേണിംഗ് സെൻസേഷനുള്ള ഇടങ്ങൾ, എരിച്ചിലും പുകച്ചിലുമുള്ള സ്ഥലങ്ങൾ കൈവെക്കാവുന്നതാണ്. ഇപ്പോൾ യൂറിനറി ട്രബിൾസൊക്കെ ഉള്ളവരല്ലേ, അവർക്കൊക്കെ ഭയങ്കര അടിവയറ്റ്, ഭയങ്കര എരിച്ചിലും പുകച്ചിലുമായിരിക്കും. അതുപോലെയുള്ള രോഗങ്ങൾ, ഗ്യാസ് ട്രബിളിനും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കും നെഞ്ചെരിച്ചിൽ ഭയങ്കരമാണ്. അവിടെയൊക്കെ കൈവെക്കാവുന്നതാണ്. എരിച്ചിലും പുകച്ചിലും സ്ഥലങ്ങളിൽ കൈവെക്കുക. തൊലി ഊതുന്നവർ, നീറ്റൽ കൊണ്ട് ഊതത്തില്ലേ, അങ്ങനെയുള്ളവരും അവിടങ്ങളിൽ കൈവെക്കേണ്ടതാണ്. സ്വെല്ലിങ് പ്ലേസുകൾ, നീര് പോലെ പൊങ്ങി വരുന്നത്, ശരീരത്തിൽ ചിലയിടങ്ങളിൽ നീര് പോലെ പൊങ്ങി വരും. അവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യത്തിനായി ഈശോ നാമത്തിൽ ഞാൻ കൈവെക്കുന്നു. അച്ഛനോട് ചേർന്ന് പറയുക, ഞാൻ കൈവച്ച ഇടങ്ങൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോയുടെ നാമത്തിൽ ഞാൻ കൈവെക്കുന്നു. കർത്താവേ, ഈ കൈ അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരമായി ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉദര രോഗമുള്ളവരെ, നിങ്ങൾ സന്തോഷത്തോടെയാണ് കൈകൾ വെക്കേണ്ടത്. 10,000 ദൈവം സുഖപ്പെടുത്തിയ പുണ്യഭൂമിയിലാണ് അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കണമെന്ന് ഓർത്ത് വേണം കൈകൾ വെക്കാൻ. ചിലർക്ക് ഊട് പൊങ്ങി വരുന്നവരുണ്ട്, ചിലർക്ക് ഹെർണിയ സംബന്ധമായിട്ട് ഉദരം പൊങ്ങി വരുന്നവരുണ്ട്. അവിടെ എല്ലാം കൈവെക്കുക. മക്കളില്ലാത്തവർ അതിൻ്റെ പേരിൽ അടിവയറ്റിൽ കൈവെക്കുക. പീരീഡ്സ് വന്നിട്ട് മാറാതിരിക്കുന്നവരും പീരീഡ്സിൻ്റെ അല്ലാത്ത രക്തസ്രാവ രോഗികളും അടിവയറ്റിൽ ഈശോനാമത്തിൽ കൈവെക്കുക. വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരും വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരും ഈശോനാമത്തിൽ അടിവയറ്റിൽ കൈവെക്കുക. നടുവേദനക്കാർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ നടുവിൽ കൈവെക്കുക. നെഞ്ചുവേദനക്കാരും പ്രഷർ രോഗികളും ഹൃദയഭാഗത്ത് ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ
കഴുത്തിൽ കൈവെക്കുക. ഈശോയുടെ നാമത്തിൽ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവേദനയ്ക്ക് കൈവച്ച സ്ഥലത്ത് തന്നെ ഒരു കൈ പുറകോട്ട് വെച്ച് വെക്കുക. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ അത് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലെ ഞാനും അകലങ്ങളിലെ വിദൂരങ്ങളിലെ ഞങ്ങളോട് ചേർന്ന് ഈ ആരാധനയില് പങ്കെടുക്കുന്ന എല്ലാ രോഗികളാം യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. Lord Jesus, power of the Spirit, I command you, the name of Jesus Christ to be healed. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനെ ഈ പുണ്യഭൂമിയിൽ എന്നെ നിൽക്കാൻ അനുഗ്രഹിച്ചതിന് 1000 കോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ചൈതന്യ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ സിറ്റുവേഷൻ, എനിക്ക് OETയുടെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജോലി റിസൈൻ വെച്ചത് തന്നെ OET എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു വിദേശത്ത് പോവുക എന്നത്. അപ്പോൾ ആദ്യം OET എഴുതാൻ നേരം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അമ്മായിമ്മ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമ്മ വഴിയാണ് ഞാനിവിടെ അറിയുന്നതും. മുൻപ് തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ പ്രേയേഴ്സൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടുത്തെ മാതാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ 5ാം ക്ലാസ് തൊട്ടുള്ള എനിക്ക് മാതാവിനോട് നല്ല ട്രസ്റ്റുള്ള ഒരാളായിരുന്നു. ഇവിടുത്തെ മാതാവിൻ്റെ കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ആ ടൈമിൽ OET എഴുതിയതിന് ശേഷം ഞാനാണെങ്കിൽ എക്സാം എഴുതി റിസൾട്ട് വരുന്ന സമയപ്പോൾ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോന്നലുണ്ടാവുകയും ഞാനിവിടെ വരാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് മാതാവ് എന്നെ നിരാശപ്പെടുത്തി. അന്ന് ഞാൻ ട്രാഫിക്കിൽ അകപ്പെടുകയും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാണ്ടാവുകയും ചെയ്തു. അതൊരു പക്ഷേ ഞാൻ അന്ന് മാതാവിനെ വിശ്വസിക്കാതെ ഞാൻ തള്ളി പറഞ്ഞത് കൊണ്ടായിരിക്കാം. അതിനുശേഷം ഞാൻ ഉടമ്പടി പിന്നെ ഒരിക്കൽ വന്ന് എടുത്തിരുന്നു. ആ ടൈമിൽ എൻ്റെ അനിയൻ മരിക്കുകയുണ്ടായി. അങ്ങനെ എനിക്ക് ആ ഉടമ്പടിയും നിരാശപ്പെട്ടു പോയി, അതായത് മുടങ്ങിപ്പോയി. അങ്ങനെ മുടങ്ങിപ്പോയിരുന്നാലും എൻ്റെ അമ്മ എങ്ങനെ എൻ്റെ അനിയൻ്റെ മരണം സഹിക്കുമെന്ന് എനിക്ക് ഒട്ടും ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. അമ്മ എങ്ങനെ അത് എടുക്കുമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അവൻ മരിച്ചിരുന്നത്. അതും അമ്മ മാതാവ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവനെ മരിക്കാണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി. എനിക്ക് എവിടെ നിന്ന് ആ ധൈര്യം കിട്ടി, അവൻ്റെ ബോഡി കാണാനും എല്ലാം എവിടെ നിന്ന് എനിക്ക് ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ടൈമിൽ എൻ്റെ അമ്മ വീട്ടിൽ വരികയും അമ്മ അത് അറിഞ്ഞ് മെൻ്റലാവുന്ന പോലെ ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് കരഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മ തിരിച്ച് അതുപോലെ തന്നെ ആവുകയും മെൻ്റൽ ആ ഒരു സ്ഥിതി മാറുകയും നോർമലാവുകയും ചെയ്തു.
അതിന് തന്നെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് പറ്റുകയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒഴിച്ച് എഴുതി എനിക്ക് കിട്ടിയില്ല. എന്നാലും ഒഴിച്ച് എഴുതാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ പേനയായിരുന്നു ഇവിടുന്ന് വെഞ്ചരിച്ച് തരുന്ന പേന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ അതായിരുന്നു മുറുകെ പിടിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഒഴിച്ച് കിട്ടിയില്ലെങ്കിലും അതിന് പകരം മാതാവ് എനിക്ക് സൗദിയുടെ എക്സാമും അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതിന് മുന്നിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പാസ്സാവുകയും അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ പാസ്സായത്. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ അന്ന് എൻ്റെ അമ്മേനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പാരഗ്രാഫ് പാടാമെന്നും അത് കമ്പാരിറ്റീവ്ലി രണ്ടാമത്തത് എളുപ്പമായിരുന്നു എന്നും അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ചേച്ചി വിജയിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിലും മാതാവ് പലപ്പോഴും സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നത്. അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ഞാൻ എക്സാമിന് പോയ സമയത്ത് ആദ്യത്തെ പാരഗ്രാഫ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ആദ്യത്തെ 105 ക്വസ്റ്റ്യൻ എനിക്ക് സൗദി പ്രോമെട്രിക്കിന് 210 ക്വസ്റ്റ്യനാണ് മൊത്തം. 105 ആദ്യം, 105 രണ്ടാമത്തെ പാർട്ടായിട്ട്. പക്ഷെ 105ാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ അന്നേരം ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോഴും അമ്മ മാതാവെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് അച്ഛൻ തന്ന കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചായിരുന്നു ഞാൻ ഇരുന്നേ. എക്സാം കഴിയാറായപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു കാണുന്നത്, മാതാവിൻ്റെ രൂപമായിരുന്നു എൻ്റെ കണ്ണിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അന്ന് മാതാവ് എൻ്റെ അടുക്ക് വരികയും, പക്ഷെ ഞാൻ അന്ന് അവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. പക്ഷേ ആ സെൻറ്ററിൽ അവർ എൻ്റെ നിന്ന് ഉപ്പ് തട്ടിക്കളയാൻ പറയുകയും അവർ കാണാതെ വെച്ചേ, പക്ഷെ അതെങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് തട്ടിക്കളയാൻ പറഞ്ഞു. അതെനിക്ക് ആകെ വിഷമമായി. എന്നാലും ഞാൻ പുറത്തിറങ്ങി വരാൻ സമയപ്പോൾ ഞാൻ ആലോചിച്ചു, മാതാവേ ഞാൻ അമ്മയിടയ്ക്ക് എന്തോ പറയും, അമ്മ ഞാൻ കയറിയപ്പോൾ തൊട്ട് അവസാനം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറയും, പാടായിരുന്നെന്ന് പറയാമെന്ന് പറഞ്ഞ് വന്നതും പക്ഷേ മാതാവ് എൻ്റെ ടങ് ടെസ്റ്റ് ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ മാതാവ് നോക്കിക്കോളും, ഞാൻ പാസ്സാകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പാസ്സാവുകയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് പാസ്സാകാനും പറ്റി. പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് എളുപ്പം തന്നെ ചെയ്തു തന്നു. പക്ഷേ മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ മെഡിക്കലിന് എനിക്ക് പണ്ടൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്നോട് കുറേ ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ എന്നോട് പറഞ്ഞു സർജറി ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, ഡ്രസ്സ് ഊരി നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സർജറി കഴിഞ്ഞിട്ട്, അത് മേജർ സർജറി ആയിരുന്നു, പക്ഷേ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് ഞാൻ അവരോട് പറഞ്ഞെങ്കിൽ അവർക്ക് സമ്മറി വേണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞത്. 2015 പക്ഷേ അത് സമ്മറി എൻ്റെ അനിയൻ മരിച്ച സമയത്ത് അമ്മ കുറേ വേണ്ടാത്ത പേപ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ അതിൻ്റെ കൂടെ പോയി എന്ന് അമ്മ എന്നോട് പറഞ്ഞത്. ഞാനപ്പം ആലോചിച്ചു, മാതാവേ ഞാൻ പെട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി പോകാൻ പറ്റത്തില്ല എന്നുപോലും ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ഡോക്ടർ കാണും, ഡോക്ടറോട് സംസാരിച്ച് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ ഇവിടെയും പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ലാസ്റ്റ് അവരുടെ അടുത്ത് മെഡിക്കൽ റെക്കോർഡിൽ പോകുമെന്ന് പറഞ്ഞു. അവിടെ എല്ലായിടത്തും പോയി ഞാൻ കരഞ്ഞു. എന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ നേഴ്സാണെന്ന് എനിക്കറിയാം, മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ അവസ്ഥയ്ക്ക് എന്തായിരിക്കുമെന്നും എത്ര ഡിലേ ആകും കിട്ടാനൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് ഞാൻ ആലോചിച്ചു, മാധവി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ, നീ എന്ത് എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചു, മോളെ അത് വീട്ടിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് നേരത്തെ നോക്കി പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ മാതാവാണെന്ന് വന്ന് പറഞ്ഞു തന്നത്, അത് ഇരിക്കുന്ന സ്ഥലം, ആ പേപ്പർ മാത്രം മാറി അവിടെ ഇരുന്നു, ബാക്കി ഒരു പേപ്പറും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ അത് മാതാവ് നേരത്തെ കൂട്ടി എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി അറിഞ്ഞത് കൊണ്ടായിരിക്കാം മാതാവ് ഉറപ്പായും അത് മാറ്റി വെച്ചിരുന്നത് അവിടെ. അതുകൊണ്ട് എനിക്ക് അതും കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ പറ്റി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോള് പൊയ്ക്കോ, ഞാൻ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു.
അപ്പം എടുക്കാൻ പറ്റുമോ, മെഡിക്കൽ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം, പൊക്കോ, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് ഫുഡ് കഴിക്കാനും തോന്നുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ടൈമിൽ വൈകിട്ട് 4 മണിയായപ്പോൾ അവർ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ കുഴപ്പമൊന്നുമില്ല, മോൾ തിങ്കളാഴ്ച വന്നോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ആകെ സന്തോഷപ്പെട്ട് തിങ്കളാഴ്ച ഇനിയിപ്പോൾ എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് ആലോചിച്ച് ഞാൻ പേടിച്ചു. പക്ഷെ എനിക്ക് മാതാവ് കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം വീണ് പോയിട്ടില്ല ഇന്നേ വരെ. മാതാവ് അതുപോലെ എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട് ഇന്നേ വരെ. ഇപ്പം ഈ ഒരു നിമിഷം വരെ മാതാവ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ തിങ്കളാഴ്ച പോയി മെഡിക്കൽ എടുക്കാൻ പോയി. അവരെന്നെ ഫസ്റ്റ് കയറ്റുകയും മെഡിക്കൽ എടുക്കുക. എനിക്ക് 2 വട്ടം ന്യൂമോണിയ വന്നിട്ടുള്ള ആളാണ്. 2 വട്ടം ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഇയറും അതെനിക്ക് കണ്ടിന്യൂസ് വരാറുള്ളതാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു സാധനം വന്നിട്ടേ ഇല്ല. അങ്ങനെ കഫക്കെട്ട് എനിക്ക് കണ്ടിന്യൂസ് ഉള്ള ആളാണ്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനൊരു ഇതേ ഉണ്ടായിട്ടില്ല. എപ്പോൾ എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ആ ടൈം തൊട്ട് എനിക്ക് എപ്പോൾ എക്സ്റേ എടുത്താലും എനിക്കാണെങ്കിൽ പാച്ചസ് ഉണ്ടാവാറുണ്ട്. ലങ് കഞ്ചക്ഷൻ ഉണ്ടായിട്ട് പാച്ചസ് ഉണ്ടാവാറുണ്ടായിരുന്നു എക്സ്റേക്കകത്ത്. പക്ഷേ അന്ന് എക്സ്റേക്കകത്ത് പാച്ചസ് ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ കയറിയത്. എക്സ്റേ എടുക്കാൻ നേരം അന്ന് ഞാൻ കാശ് രൂപം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. എക്സ്റേ എടുക്കാൻ നേരം മാത്രം ഞാൻ അത് മാറ്റി വെച്ചിട്ട്. പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. അപ്പോഴും ഞാൻ മാതാവിനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഹെബ്രായർ 13:6 കർത്താവാണ് എൻ്റെ രക്ഷകൻ, ഞാൻ ഭയപ്പെടുക വേണ്ട എന്ന ആ വചനം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ നാവിൻ തുമ്പത്ത് അത് മാത്രമേ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മാതാവിനോട് മാതാവേ, ഞാൻ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ എനിക്ക് BP എപ്പോഴും കുറവാണ്. തൈറോയിഡുള്ളൊരു പേഷ്യൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് എപ്പം നോക്കിയാലും BP ഹൈപ്പോ ടെൻഷനാണ് ഉള്ളത്. അത് നഴ്സുമാരെപ്പോഴും എൻ്റെ അടുത്ത് വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ, ഞാൻ അൺഫിറ്റായി പോകരുത്, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുക, നീ എന്നെ ഇവിടെ കാത്തോ. ഞാൻ അവിടെ കയറുമ്പോൾ ഈശോപ്പച്ചനായിരിക്കണം അവിടെ ഇരിക്കുന്ന ഡോക്ടറായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുക്ക് പറഞ്ഞു മോള് പേടിക്കണ്ട, അവിടെ ഈശോപ്പച്ചൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഹൈറ്റും വെയിറ്റും നോക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വേറെ ഒന്നും തന്നെ ചോദിച്ചില്ല, BP ചെക്ക് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഹൈറ്റും വെയിറ്റും നോക്കി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു കൈ ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു മോള് ഫിറ്റാ, പൊയ്ക്കോളാൻ പറഞ്ഞു. റിസൾട്ട് വന്നില്ല, പക്ഷെ മോള് ഫിറ്റാ, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അമ്മയെടുക്ക് വന്ന് പറഞ്ഞു അമ്മ അവിടെ ഈശോപ്പച്ചൻ വന്നു, എനിക്ക് ഫിറ്റാന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് റിസൾട്ട് വരുന്ന വരെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് 4 മണിക്ക് അറിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു മോള് ഫിറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അമ്മ അവിടെ വന്നിരുന്നു, ഉറപ്പായി ഈശോപ്പച്ചൻ തന്നെയായിരുന്നു അമ്മയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിസ വരാൻ ലേറ്റായിരുന്നു. വിസ വരാൻ ലേറ്റായപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം 33 വട്ടം ചെല്ലുമായിരുന്നു. 33 വട്ടം ചെല്ലി പിറ്റേ ദിവസം തന്നെ എനിക്ക് വിസ കിട്ടുകയും ചെയ്തു. അതുപോലെ അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഉപ്പൂറ്റി ജിം ട്രെയിനറാണ്. അപ്പോൾ എപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ നിൽക്കലാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് കാല് നല്ല വേദനയാണ്, ഉപ്പൂറ്റി വേദന കാരണം രാത്രി കാലങ്ങൾ ഉറങ്ങാറ് പോലും ഇല്ല. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും കാണുന്നേ. അപ്പം ഞാൻ ആദ്യമൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അപ്പം ഇതാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ, ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലു, എനിക്ക് ഇങ്ങനെ കുറേ അനുഭവം ഉണ്ടായി, അത് ഉറപ്പായിട്ടും നടക്കും, വിശ്വാസപ്രമാണം ചൊല്ലുമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ എന്നാൽ നിനക്ക് എന്താ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചാലെന്ന് തോന്നി. അപ്പം 3 മണി സമയമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് 3 മണി സമയം. അപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ അറിയാണ്ട് കണ്ണടഞ്ഞു പോയി. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ പകുതി സ്വപ്നത്തിലാവുന്ന പോലെ കണ്ണടഞ്ഞു പോയി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ടൈമിൽ ഒരു ഷോളൊക്കെ ഇട്ട് കയ്യിലൊരു ജപമാല പിടിച്ച ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നിങ്ങനെ നോക്കി. അത് സിൽവർ കളറാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് ഞാൻ നേരെ നോക്കി. എൻ്റെ റൂമിൽ ഞാൻ മാതാവിൻ്റെ രൂപം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നേരെ ഞാൻ നോക്കിയത് അതിലോട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുക്ക വന്നത് മാതാവായിരുന്നു. അപ്പോൾ അതിന് അപ്പുറത്ത് ഞാനൊരു നീല കളർ ജപമാല ഇട്ടിട്ടുണ്ട്.
ആ ജപമാലയായിരുന്നു മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ മാതാവ് വന്നു ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏട്ടന് ഉപ്പൂറ്റുവേദന മാറിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി തൊട്ട് നോക്കും. മുമ്പ് തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് വേദനയും കല്ലിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഉപ്പൂറ്റുവേദന ഇപ്പോൾ തീരെ ഇല്ല, നിൽക്കാൻ പറ്റും, പ്രശ്നമില്ല. ഇനി ഉപ്പൂറ്റി വേദന എന്നൊരു കാര്യം പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടും ഇല്ല, ആ ഒരു കാര്യം ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടും ഇല്ല ഏട്ടൻ്റെ കാലിൽ. അതുപോലെ എൻ്റെ മെഴുകുതിരിയിലും മാതാവ്, എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാറുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. മാതാവിൻ്റെ മെഴുകുതിരിയിൽ മാതാവ് വന്നു, മുല്ലപ്പൂ സുഗന്ധം കിട്ടി, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, മാതാവ് നീ എന്നോട് എൻ്റെ അടുക്ക മാത്രം എന്താ നീ വരാത്തെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ മെഴുകുതിരിയിൽ ഒരിക്കൽ മെഴുകുതിരി ആളിക്കത്തിയ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്രമെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പത്രമെടുത്ത് കൊടുക്കാൻ പോയ സമയത്ത് ആ മെഴുകുതിരിയിൽ പൊങ്ങി നിന്ന് ആ രൂപം തട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു വീണു താഴെ. അപ്പം ഞാൻ എടുത്ത് കളയാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് നോർമലി ചെയ്യുന്ന പോലെ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ എൻ്റെ മനസ്സിലത് നോക്കെന്ന് പറയും. അതിൽ മാതാവും ഉണ്ണിയേശുനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപം ക്ലിയർ ആയിട്ട് എൻ്റെ മെഴുകുതിരിയിൽ വരികയും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഉരുകി ഏത് സമയം നിന്നിട്ടുണ്ട്. അതുപോലെ QVP എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേഷൻ സൗദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല. കാരണം അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ, അത് രജിസ്ട്രേഷൻ ചെയ്ത് അവർക്കും അറിയത്തില്ല, ഞങ്ങളുടെ കോളേജിൽ ആർക്കും അറിയത്തില്ല. അത് സൗദിക്കാരിപ്പോൾ ന്യൂ ആയിട്ട് എടുത്തൊരു അപ്ഡേഷനാണത്. അപ്പം നമ്മുടെ ഡിഗ്രി വെരിഫിക്കേഷൻ്റെ കാര്യമായിരുന്നു. അപ്പം ഡിഗ്രിയിൽ അത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ അയക്കുന്നത്. യൂണിവേഴ്സിറ്റിക്കാർ റിപ്ലൈ കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് വെരിഫൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് തരുകയുള്ളൂ. അത് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വേണ്ടിയിരുന്നത്. പക്ഷേ അത് അവർ കുറേ വട്ടം, ഒരു 6-7 വട്ടം അവർ റിക്വസ്റ്റ് കൊടുത്തു സൗദിയിൽ നിന്ന്. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നത് അവർ നോക്കുന്നില്ല, റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ ഒരു ഇനിഷ്യേഷനും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വിസ വേണം, എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ QVPയുടെ കാര്യം മാതാവിനോട് പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് ആ QVP ഇല്ലാതെ തന്നെ വിസ എനിക്ക് അടിച്ചു തന്നു. അതിനെൻ്റെ മാതാവിന് കോടാനുകോടി നന്ദിയുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു കാര്യം, QVP ഇല്ലാതെ എനിക്കത് കിട്ടുമെന്ന്. ഏജൻസിക്കാർ ഉറപ്പിച്ച് പറഞ്ഞു അത് വേണമെന്നാണ് പറഞ്ഞിരുന്നതെന്ന്. അങ്ങനെ QVP അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയി, എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വാങ്ങാൻ വേണ്ടി. ആ ടൈമിൽ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അത് QVP ആണെങ്കിലും എന്തുവാണെങ്കിലും നമുക്ക് അവിടെ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിക്കാർ നമ്മൾ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. എൻ്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് നല്ല ബുദ്ധിമുട്ട് അവിടെ രജിസ്ട്രേഷൻ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞാൻ ആകെ പേടിച്ചിരുന്നതായിരുന്നു. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു നല്ല പൈസ കൊടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ അവർ അതിനുള്ള ഇനിഷ്യേഷൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് അതില്ലാണ്ട് തന്നെ എനിക്ക് അതിന് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങൾക്ക് എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് ഇതിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് എക്സാം പാസ്സായ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു പോയിട്ട് വിസയും ടിക്കറ്റും വേണ്ടേ, പോയിട്ട് വരാൻ പറഞ്ഞു. അത് അന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ആരോടും, വീട്ടിലാണെങ്കിലും ആരോടും പറയുള്ളൂ എന്ന് പോകുന്ന കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സൺഡേയിലും ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തുമില്ല, ഞാൻ കുക്കിങ്ങിൽ സീറോവായിരുന്നു. ആ ടൈമിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കാൻ അറിയാം, കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ഉപ്പ് കൂടിപ്പോവും എപ്പോഴും. അപ്പം ഞാൻ അന്ന് ഇട്ട ഉപ്പ് മാതാവിൻ്റെ ഉപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ നീയാണിത് ഉണ്ടാക്കുന്നത്, ഞാനല്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ കറിക്ക് എവിടെ നിന്നില്ലാത്ത സുഗന്ധവും ആ ഒരു ടേസ്റ്റും എനിക്കറിയത്തില്ല എങ്ങനെ അത് വന്നു എന്നുള്ളത്.
അതിനുശേഷം ഞാൻ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചും അതേ റെസിപ്പി വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ഇന്നേ വരെ എനിക്കത് ഉണ്ടായിട്ടില്ല. ആ ഒരു ടേസ്റ്റും ഒന്നും അത് അങ്ങനെ ഞാൻ എല്ലാ വട്ടവും ഞായറാഴ്ച ഞാൻ അവിടെ 15 പേരുണ്ട്, അവർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനൊരു അക്രൈസ്തവയാണ്. ഞാൻ പണ്ടൊക്കെ ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് എല്ലാ കാര്യത്തിലും. എന്ത് സാഡാണെങ്കിലും സന്തോഷമുള്ള എന്തിനും ഞാൻ ബോറടിക്കുക എന്തിനും ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ടോക്കും എല്ലാം പിന്നെ സാക്ഷ്യങ്ങളുമാണ് ഞാൻ കേൾക്കുന്നത് എല്ലാ കാര്യവും. എനിക്ക് എപ്പോഴും മാതാവ് സാക്ഷ്യങ്ങളിലൂടെയാണ് മറുപടി തന്നിട്ടുള്ളത്. ഇന്നേ വരെ ഇപ്പം വരെ എനിക്ക് സാക്ഷ്യത്തിലൂടെയാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.